യു ഈവൻ ഹാഡ് സെക്സ് വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്? കൂട്ടുകാരുമായി പുറത്തുപോയി വന്ന ഉടനെ ഫ്രീ ആണിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞവൾ മെസ്സേജ് ഇട്ടപ്പോൾ അവൻ ഈ ചോദ്യം ഊഹിച്ചിരുന്നോ എന്നവൾക്കറിയില്ല. ഈ ചോദ്യം അവനിൽ ഞെട്ടലോ വേദനയോ ഉണ്ടാക്കിയോ എന്നും അറിയില്ല. അവനിത് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ അവനിൽ നിന്ന് തന്നെ കേട്ടാലേ അവൾക്കത് വിശ്വാസം ആവുകയായിരുന്നുള്ളൂ. ബേബി, ഐ തിങ്ക് യു ലവ് എ റോങ് മാൻ. നമ്മൾക്കിത് ഇവിടെ വെച്ച് നിർത്താം. അതാണ് നല്ലത്. നിനക്കൊരിക്കലും മാച്ചല്ല ഞാൻ. കല്യാണം കഴിയും മുന്നേ നീ ഇതൊക്കെ അറിഞ്ഞല്ലോ. നന്നായി. അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ശരീരം തളർന്നു പോകുന്നു. കൈകൾക്ക് ബലമില്ല. നെഞ്ചിൽ 1000 ആണികൾ കുത്തിയിറക്കുന്ന വേദന. ഹൃദയം പൊട്ടി മുറിഞ്ഞോ. മുറിവിൽ നിന്നുള്ള രക്തം തലച്ചോറിൽ ഇരച്ചു കയറുന്ന പോലെ. അവൾ ഒരു നിമിഷം ഫോൺ താഴെ വെച്ച് ബെഡിൽ കമിഴ്ന്നു കിടന്നു. കണ്ണീർ ധാരയായി ഒഴുകുന്നുണ്ട്. കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ട്. ശരീരം ശൂന്യതയിലെന്ന പോലെ ഭാരമില്ലാതെ പൊട്ടിത്തെറിച്ചു പോവുകയാണോ? അവൻ ചോദ്യം നിഷേധിച്ചില്ല. ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് പതറിയതുപോലുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് മറുപടി കിട്ടി. നമുക്കിത് നിർത്താം. കള്ളമായിട്ടെങ്കിലും ഞാനങ്ങനെ ചെയ്തില്ല ബേബി എന്നൊരു വട്ടമെങ്കിലും അവൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി ചോദിച്ചു നോക്കിയാലോ? ഇല്ലടി, ഞാനത് കള്ളം പറഞ്ഞതാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല ബേബി. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ അംശം കൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കങ്ങനെ മറ്റൊരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുമോ എന്നവൻ ഒരിക്കലെങ്കിലും പറഞ്ഞാലോ? പക്ഷെ വീണ്ടും ടൈപ്പ് ചെയ്യാൻ അവൾക്ക് ശക്തിയില്ലായിരുന്നു. കൈകൾ അനങ്ങുന്നില്ല. കണ്ണിൽ നിന്നും കണ്ണീർ ഇരച്ചു വീഴുന്നു. പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മുറിയുടെ വാതിൽ അടച്ചില്ലേ എന്നവൾ നോക്കിയത്. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത്? എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ റിലേഷൻ വീട്ടിൽ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ അവൾക്ക് സങ്കടം മാറി. വീട്ടുകാരോട് വെറുപ്പും ദേഷ്യവും ആവുകയായിരുന്നു. എന്തുകൊണ്ട് സ്വന്തം മകളുടെ സന്തോഷം അവർ മനസ്സിലാക്കുന്നില്ല? അവൾക്ക് വേണ്ടത് എന്താണെന്നവർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? 25 വയസ്സായ ഒരു പെൺകുട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് അവർക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? എൻ്റെ കൂടെ ജീവിക്കേണ്ടവനല്ലേ? അത് എന്തുകൊണ്ടും എനിക്ക് ഓക്കെ ആയതിനാലല്ലേ ഇത്രയും റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവന് വേണ്ടി ഞാൻ വാശി പിടിക്കുന്നത്? മറ്റെല്ലാത്തിനും ഉപരി അവനെ ഞാൻ ആഗ്രഹിക്കുന്നത്. 1000 വട്ടം അവൾ പറഞ്ഞു. അമ്മേ, എനിക്ക് അവനെ 4-5 വർഷമായിട്ടറിയാം. അവൻ്റെ നല്ലതും ചീത്തയുമായ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ പോലും അറിയാതെ അവനിൽ വീണുപോയതാണ് ഞാൻ. ഈ ലോകത്ത് എന്നെ അവനെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന, എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് കംഫർട്ട് സോണിൽ ഞാൻ ഏറ്റവും സന്തോഷകരവും സംതൃപ്തികരവുമായി ജീവിക്കാൻ സാധിക്കുന്ന വേറെ ഒരിടം ഈ ഭൂമിയിൽ കാണില്ല. അവൻ എനിക്കെൻ്റെ ഒരേ ഒരു മഹാദേവനായിരുന്നു, എൻ്റെ ജീവിതത്തിലെ അമൂല്യമായ രത്നം. എന്നിട്ടും അവളുടെ വീട്ടുകാർക്ക് പേടിയായിരുന്നു. സത്യമാണ്, അവൻ മുന്നേ ഒരു പെണ്ണിനെ ഒരു ദിവസത്തേക്ക് താലി കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവൾക്ക് മറ്റൊരു ഭർത്താവും കുഞ്ഞുള്ളത് മറച്ചു വെച്ച് ചെയ്ത ചതിയാണെന്നറിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞല്ലോ. ഈ ലോകത്ത് പല പെണ്ണുങ്ങളോടും ബന്ധം വയ്ക്കുന്ന, കല്യാണം കഴിച്ചിട്ട് പോലും സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റു പെണ്ണുങ്ങളോട് നാണമില്ലാതെ അവിഹിത ബന്ധം വരെ ഉണ്ടാക്കുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. ഇവിടെ അവൻ എത്ര ആത്മാർത്ഥമായാണ് ഒരാളെ സ്നേഹിച്ചത്, കൂടെ കൂട്ടിയത്. അവളെ നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്? അതും സ്വന്തം ജോലി പോലും റിസ്കിൽ വെച്ച്. ആ സ്ഥാനത്ത് ഞാനായിരുന്നാലും എനിക്ക് അതിൽ കൂടുതൽ സ്നേഹം കിട്ടില്ലേ അമ്മേ? അല്ലാതെ അറിഞ്ഞുകൊണ്ടും മറ്റൊരു തെറ്റും അവൻ ചെയ്തില്ലല്ലോ. ഒരു പെണ്ണിനെ പോലും വേണ്ടാതെ നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും തീർത്തും നിഷ്കളങ്കമായ അവനെ സ്നേഹിക്കുന്നതിനാൽ എനിക്ക് കൂടുതൽ സ്നേഹം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയല്ലേ ഉള്ളൂ. ഞാൻ അവൻ്റെ കൂടെ ഈ ലോകത്ത് ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന ഒരിടമായിരിക്കും എന്ന് വീട്ടുകാരോട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. അവൻ അത്രയും ആത്മാർത്ഥമായാണ്. വേറെ ഒരു പെൺകുട്ടിയെ ഇല്ലെന്ന് നിനക്കുറപ്പുണ്ടോ മോളെ? ഈ ചോദ്യത്തിന് അവൾ പൊട്ടിത്തെറിച്ചതാണ്. അന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ ഒരിക്കലും എന്തൊക്കെ വന്നാലും ആത്മാർത്ഥത വിട്ട് കളിക്കില്ല. ഇനിയിപ്പോൾ അവൻ്റെ പാസ്റ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ കൂടെ കൂട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് എന്നോട് കൂടെ വരുന്നു എന്ന് ചോദിച്ചത്. എങ്കിലും ആ കാരണം കൊണ്ട് അവൻ എന്നെ സ്നേഹിക്കാതെ ഇരിക്കുക ഒന്നുമില്ലല്ലോ. അവൻ എന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്, അതുറപ്പാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം പൂത്തു വിടരുകയായിരുന്നു. ചുണ്ടിലും ഹൃദയത്തിലും പുഞ്ചിരി തത്തിക്കളിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എവിടെയാണ് തെറ്റിയത്? എവിടെയാണ് എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? നമുക്കിത് ഇവിടെ നിർത്താം. കല്യാണം കഴിയും മുന്നേ എല്ലാം അറിഞ്ഞത് നന്നായില്ലേ? എത്ര സിമ്പിളായാണ് അവൻ പറയുന്നത്. എന്ത് നന്നായി എന്ന്. എൻ്റെയും അവൻ്റെയും കോമൺ ഫ്രണ്ടായ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവൾ തകർന്നു പോയിരുന്നു. ആ നേരം മുതൽ അവൾ തളർന്നു കിടക്കുകയായിരുന്നു. ഒരൊറ്റ കാര്യം അവളുടെ എന്തൊക്കെ പ്രതീക്ഷകളാണ് തകർത്തത്. അവളുടെ ഹൃദയം എങ്ങനെയാണ് കീറിമുറിച്ചത്. അവളുടെ സ്നേഹം, വിശ്വാസം എങ്ങനെയാണ് തകർന്ന് തവിടുപൊടിയായത്. അവളുടെ ജീവിതം എങ്ങനെയാണ് നശിപ്പിച്ചത് അവൻ. അവൾ അത്രമേൽ സ്നേഹിച്ച, വിശ്വസിച്ച
ആഗ്രഹിച്ച അവൻ അവളെ ഈ രീതിയിൽ ചതിക്കുമെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇനി ഇത് പ്രാങ്കായിരിക്കോ? ചുമ്മാ അവനും അവളും കൂടി എന്നെ പറ്റിക്കുന്നതായിരിക്കോ? മുന്നേയും അവർ രണ്ടുപേരും കൂടെ എന്നെ പറ്റിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ അവൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവൻ ഓരോ ദിവസവും പറയുന്നത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി, നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും സ്വപ്നവും ഹോപ്പും ഒക്കെ നീ എന്നാ. അപ്പോൾ അവനെങ്ങനെയാ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ, അതും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്? അവന് മറ്റാരോട് സ്നേഹമില്ലെങ്കിൽ തന്നെ അവൻ ഇത്രയും തരം താഴാൻ കഴിയുമോ? പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ടും അവൻ അവളുടെ ചോദ്യം നിഷേധിക്കുന്നില്ല. അവളുടെ കണ്ണുകൾ, ഞാൻ പറ്റിച്ചതാ ബേബി, അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ എന്നൊരു മെസ്സേജിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരം കാര്യമൊക്കെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും പറയുമോ? അതും അവൻ എങ്ങനെ ചെയ്തെങ്കിൽ? അതൊക്കെ ഒരു പെണ്ണിനോട് വിശദീകരിച്ചു കൊടുക്കുമോ? പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞ് അവനോടിത് ചോദിച്ചാൽ മതിയോ എന്നവൾ ഓർത്തതാണ്. എങ്കിൽ ആ 2 ദിവസമെങ്കിലും അവൻ്റെ പെണ്ണായി അവനെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. ഈ ഒരൊറ്റ ചോദ്യം അവരുടെ ബന്ധം നിഷ്കരണം അറുത്ത് കളയുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവനോടിത് ചോദിക്കുന്ന ആ നിമിഷം വരെയേ അവരുടെ ബന്ധത്തിന് ആയുസുള്ളൂ. ആ നിമിഷം വരെയേ അവൻ അവളുടേതായി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതും മനസ്സിൽ വെച്ച് എങ്ങനെ? അവൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പുറം രാജ്യങ്ങളിൽ വേശ്യാവൃത്തിയൊക്കെ ഭയങ്കര സ്വാഭാവികമാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർ, വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവർ, എന്ത് ചെയ്താലും ആരും ഒന്നും അറിയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ചിലരെങ്കിലും വളരെ സ്വാഭാവികമായി ചെയ്തു വരുന്ന പ്രവൃത്തിയാണ് എന്നൊക്കെ. ഒരിക്കൽ രാത്രി ഉറങ്ങും മുമ്പുള്ള അവരുടെ സംസാരത്തിൽ കടന്നു വന്ന ഒരു വിഷയവുമാണിത്. പക്ഷെ അവനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ അവനും അവളും ഒരുപാട് ചീത്ത പറഞ്ഞിട്ടാണ് അന്ന് ഉറങ്ങാൻ കിടന്നത് തന്നെ. അന്ന് അവൾക്ക് ആകെ അറിയാവുന്നത് അവൻ മുന്നേ സ്നേഹിച്ച പെണ്ണിനോട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമായിരുന്നു. പക്ഷെ അതിലും എത്രയോ വലുതായിരുന്നു അവൾക്ക് അവനോടുള്ള സ്നേഹം. അതിനാൽ തന്നെ അതൊന്നും അവളുടെ ചിന്തകളിൽ പോലും വന്നിരുന്നില്ല. മദർ പ്രോമിസ്, ആ എക്സിനോടല്ലാതെ മറ്റൊരു പെണ്ണിനോടും ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു. 2 മാസം മുന്നേ മറ്റൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ ചെയ്ത സത്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞനം കുത്തി. അവയുടെ പൊട്ടിച്ചിരികൾ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. ആദ്യമായി വിശ്വാസത്തിൻ്റെ കണികകൾ ഉലയുന്നത് ആ 2 മാസം മുന്നേ ആയിരുന്നു. അന്നെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ അവൻ അവൾക്ക് കൊടുത്ത സത്യം ആണിത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ച് അതിമനോഹരമായ ഭാവനകളുമുള്ള, സ്നേഹിക്കുന്നവരെ വില കൽപ്പിക്കുന്ന അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, ആരെയും അന്ധമായി വിശ്വസിക്കുന്ന, ഒരു നുള്ള സ്നേഹത്തിൽ ഉരുകി വീഴുന്ന മനോഹരമായ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അതായിരുന്നു അവൻ. വീട്ടിൽ ഒരു വിധത്തിലും സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോൾ ഈ 2 മാസം മുന്നേ താൻ തന്നെയാണ് അവനോട് പറഞ്ഞത്, വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, വെറുതെ എന്നെ നോക്കിയിരുന്ന് ജീവിതം കളയണോ, വയസ്സ് കൂടുവല്ലേ, വേറെ പെണ്ണ് കെട്ടി സന്തോഷത്തോടെ ജീവിക്കൂ, അത് തന്നെയാണ് നല്ലത്. ഹൃദയം പൊടിയുന്ന വേദനയിലും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെ അവൻ്റെ ജീവിതം കളയും? വീട്ടിൽ ഇനിയും സമ്മതിച്ചില്ലല്ലോ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ? വീട്ടിലെപ്പോൾ സമ്മതിക്കും? ഒരു തീരുമാനം പറയും എന്നവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മനസ്സാകെ ഉലയുകയായിരുന്നു. അവന് പെട്ടെന്ന് തീരുമാനം വേണം. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ വേദനിപ്പിക്കും? എനിക്ക് വേണ്ടി ജീവിച്ചവർ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവർ, ഒത്തിരി അനുഭവിച്ചവർ, ഈ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ വീണ്ടും ഒരു വേദന ഞാൻ എങ്ങനെ? എൻ്റെ ശരീരത്തിലെ ജീവനുള്ള ഓരോ കോശത്തിലും നീ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നിന്നെ മറന്ന് മറ്റൊരാളെ ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല. എത്ര വൈകിയായാലും വീട്ടിൽ സമ്മതിച്ച് നിന്നെയേ കെട്ടുള്ളൂ. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നിന്റെ കൂടെ ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ലെങ്കിലും അവർ എത്ര പറഞ്ഞാലും മറ്റൊരുത്തിനെ കെട്ടി നിന്നെ മറന്നൊരിക്കലും ഞാൻ ജീവിക്കില്ല. എനിക്കതിനൊരിക്കലും പറ്റില്ലായിരുന്നു. അവനെ കണ്ട സ്ഥാനത്ത് എങ്ങനെ മറ്റൊരാൾ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവനെ അല്ലേ സ്നേഹിക്കുന്നത്? അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ലല്ലോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്ന് ചോദിക്കാൻ പലവട്ടം അവൾ ഒരുങ്ങിയതാണ്. നിനക്ക് വീട്ടുകാരുടെ പ്രഷർ കടന്ന് അവനെ സ്വന്തമാക്കാൻ പറ്റില്ലെങ്കിൽ അവനെ പിടിച്ചു വെച്ച് അവൻ്റെ ജീവിതം കളയാതെ അവൻ്റെ വഴിക്ക് വിടൂ. സുഹൃത്തിൻ്റെ അഭിപ്രായം. അവൻ കല്യാണം കഴിക്കാതെ ഇരിക്കുവാണല്ലോ, എന്താ ഇങ്ങനെ? അവൻ്റെ ഏട്ടൻ. ഞാൻ കാരണം ഇനി അവൻ്റെ ജീവിതം ഒന്നുകൂടി വയ്യ. ജീവിക്കട്ടെ, മറ്റൊരാളുടെ ആണെങ്കിലും സന്തോഷത്തോടെ ആഗ്രഹിച്ച പോലെ ജീവിക്കട്ടെ. അവന് പറയാമായിരുന്നു, വേറെ പെണ്ണ് കെട്ടാൻ എനിക്ക് പറ്റില്ലടി. എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് എത്ര വയസ്സായാലും എനിക്ക് നിന്നെ മതി. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം എന്നൊരിക്കലെങ്കിലും പറയാമായിരുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാമായിരുന്നു, കാത്തിരിക്കാമോ? എനിക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നു, തീർച്ചയായും അവൻ കാത്തിരുന്നേനെ. പക്ഷേ ഐ ലെറ്റ് ഹിം ഗോ.
അന്ന് അവളോട് വഴക്കിട്ട് പോയതാണവൻ. അതിനുശേഷം കുറച്ചുനാൾ അവർ തമ്മിൽ സംസാരമില്ലായിരുന്നു. ആ ഇടവേളയിലാണ് വിശ്വാസത്തിന്റെ കണിക ആദ്യമായി ഉലഞ്ഞത്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ അവളുടെ ആത്മസുഹൃത്തിന് അവനെ മാസങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു അവൾ. ഒരു പരിചയപ്പെടലിൽ നിൽക്കുമെന്ന് കരുതിയ ഒരു ഫോർമൽ ബന്ധം. അവളുടെ സുഹൃത്തിൻ്റെ കൂടി ഒരിക്കൽ പുറത്തു പോയപ്പോൾ അവൻ്റെ കോൾ വന്നപ്പോൾ അവൾ സുഹൃത്തിന് സംസാരിക്കാൻ കൊടുത്ത ഒരു ഫോൺ കോൾ ബന്ധം. പക്ഷെ അവിടെ നിന്നിങ്ങോട്ട് അവൻ്റെ നമ്പർ അവൾ വാങ്ങി സംസാരിക്കാൻ തുടങ്ങുന്നു. അവളുടെ മാത്രം സ്വന്തമായവനോട് മറ്റൊരാൾ. അത് തൻ്റെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും അധിക സംസാരമൊക്കെ അവളിൽ ആവശ്യത്തിൽ കൂടുതൽ പൊസസീവ്നെസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവനെ അവൾക്ക് വിശ്വാസമായിരുന്നു. അതിനാൽ അവരുടെ സുഹൃത്ത് ബന്ധം ഒരു പൊസസീവ്നെസ്സിൻ്റെ അപ്പുറത്തോട്ടൊരു പ്രശ്നവും അവൾക്ക് തോന്നിയില്ല. എന്നാൽ വീട്ടിൽ സമ്മതിക്കുന്നില്ല. കാരണത്താൽ അവളും അവനും പിണങ്ങിയിരിക്കുന്ന ആ സമയത്താണ് അവൻ അവൾക്ക് വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നത്, മോശം വീഡിയോ അയക്കുന്നത്. ഒരിക്കൽ ട്രിപ്പ് പോയ സമയത്ത് വഴിയിൽ കണ്ട ഏതോ പെണ്ണിനോട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതും അവർ തമ്മിൽ അതൊക്കെ ചെയ്തതും ശേഷം ആ പെണ്ണ് അവൻ്റെ തലയിലാവാൻ നോക്കിയപ്പോൾ പതുക്കെ ഒഴിവാക്കിയതുമായ വീരസാഹസ കഥകൾ അവൻ അവളോട് പറയുന്നത്. ഇതൊക്കെ അറിയുന്ന ജീവിതത്തിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ച, വിശ്വസിച്ച, അയാൾക്ക് വേണ്ടി സർവ്വതും വീട്ടുകാരുടെ വിശ്വാസം, സ്വന്തം കരിയർ, മനസമാധാനം, അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു പെണ്ണിൻ്റെ അവസ്ഥ അതിഭീകരമായിരുന്നു. വിശ്വസിക്കാനും വിശ്വസിക്കാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് അവനെപ്പറ്റി അവൾ കേൾക്കുന്നത്. ഇത്രയും വേദനിപ്പിച്ച് കുത്തിക്കൊല്ലാൻ മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു? മറ്റെല്ലാത്തിലും ഉപരി എല്ലാം നഷ്ടപ്പെടുത്തി അവൻ്റെ പാസ്റ്റൊക്കെ മറന്ന് ആത്മാർത്ഥമായി അവനെ സ്നേഹിച്ചതോ, വീട്ടുകാരുമായി അടിയിട്ട് പിണങ്ങി നടന്നതോ, അവനെ ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ കണ്ണീർ തുടച്ചു കിടന്നതോ, അവനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയതോ? എവിടെയാണ് അവൾക്ക് തെറ്റിയത്? എവിടെയാണ് അവൾക്ക് പിഴച്ചത്? അതിനുമപ്പുറം അവൻ എന്താണ് പറ്റിയത്? ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ അവൻ. അവനെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ലല്ലോ അവൾ പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് അവളുടെ സുഹൃത്തിൽ നിന്ന് ഈ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ഹൃദയം പറിച്ചു കളയുന്ന വിഷമം, സങ്കടം തോന്നിയെങ്കിലും ആദ്യം തോന്നിയ തരിപ്പിൽ അവനെ ബ്ലോക്ക് ചെയ്തു പോയെങ്കിലും ഒരു ബ്ലോക്കിലോ ഒരു മാസം മിണ്ടാതിരുന്നാലോ ഒഴിവാക്കാൻ പറ്റുന്നതല്ല അവൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ ആ ബ്ലോക്കിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഉറക്കമില്ലാത്ത രാത്രികളും കണ്ണീർ പറ്റിയ കണ്ണുകളും ഹൃദയം പൊട്ടിത്തെറിക്കുന്ന വേദനയും അവൻ്റെ മെസ്സേജിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് ഫോൺ നോക്കാത്ത രാത്രികൾ അവൾക്കില്ലായിരുന്നു. അവൻ ചെയ്തത് തെറ്റാണ്, വലിയ ചതിയാണ്, ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ അവനില്ലാതെ അവൾക്ക് ജീവിതമില്ല. അവൻ്റെ ഓർമ്മകൾ കൊല്ലാക്കൊല ചെയ്ത് അതിലുരുകി അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവനില്ലാത്ത വേദനയേക്കാൾ എത്രയോ ചെറുതാണ് അവൻ തെറ്റ് ചെയ്തു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള വേദന എന്ന് മനസ്സിലാക്കി അവൾ വീണ്ടും അവനിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. എൻ്റെ ഫ്രണ്ടിനോട് ഇതൊക്കെ ചെയ്തപ്പോൾ കള്ളു കുടിച്ചിരുന്നു. എന്തേ? പൂർണ്ണ ബോധത്തിലാണെങ്കിൽ ഈ ഒരു കാര്യം എന്നെ എത്രമാത്രം വേദനിപ്പിക്കും എന്നറിയുന്നതിനാൽ അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നി. സോറി ബേബി, ഞാൻ അത് വെള്ളത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ. അപ്പോൾ അവളോട് പറഞ്ഞ കഥ, അങ്ങനെ ഒരു പെണ്ണുമില്ല, ഞാനതൊക്കെ വെറുതെ തള്ളിയതാണ്. ഇത്രയും വൃത്തികെട്ട ഒരു കഥയൊക്കെ ഫോർമൽ പരിചയമുള്ള ഒരു പെണ്ണിനോട്, അതും താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ സുഹൃത്തിനോട് ആരെങ്കിലും ഉണ്ടാക്കി പറയുമോ? സോറിയടി, ഞാനത് അറിയാതെ. അങ്ങനെ ഒരു പെണ്ണില്ല. എൻ്റെ വെറും സാങ്കല്പിക കഥ മാത്രമാണ് സത്യം. ഇതെനിക്ക് വിശ്വസിക്കാമോ? സത്യസന്ധമായി പറയണം, കൂടുതലൊന്നും ഞാൻ താങ്ങില്ല. ഇതുപോലെ കെട്ടിച്ചമച്ച കഥകൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പെണ്ണിനോടെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം മുന്നെയോ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? മദർ പ്രോമിസ്, ആ എക്സിനോടല്ലാതെ മറ്റൊരു പെണ്ണിനോടും ഒരു തരത്തിലുള്ള ബന്ധവും എനിക്കില്ലായിരുന്നു. മതിയായിരുന്നു, അത് ധാരാളം മതിയായിരുന്നു അവൾക്ക്. കാരണം അമ്മ അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ 2 മാസം മുമ്പ് നടന്ന സംഭവം വളരെ വ്യക്തമായി പറഞ്ഞു തീർത്തതാണ്. അപ്പോഴാണ് അടുത്തത് വരുന്നത്. അവൻ്റെയും അവളുടെയും ഒരു കോമൺ ഫ്രണ്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന ആ സത്യം അവൾ അറിയുന്നത്. ഉണങ്ങി വരുന്ന മുറിവിൽ വീണ്ടും കത്തിയെടുത്ത് കുത്തിയാൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദന. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ആളാണെങ്കിൽ അന്നെൻ്റെ ഫ്രണ്ടിനോട് തള്ളിയെന്ന് പറഞ്ഞ ആ കഥയും സത്യമാവില്ലേ? ഇങ്ങനെ എത്ര വട്ടം എത്ര പെണ്ണിനോട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് തന്നെ കുറച്ചു മുന്നേ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയെന്ന് പറഞ്ഞത് എവിടെ എന്തിനു പോയതാണെന്ന് എങ്ങനെ അറിയാം? ഇപ്പോഴും അവൻ ഈ തെറ്റ് ചെയ്തതിനേക്കാൾ തെറ്റ് കാണുന്നത് ഞങ്ങളുടെ ആ സുഹൃത്ത് എന്നോട് വന്ന് ആ സത്യങ്ങൾ അറിയിച്ചതിനാണ്. ഈ സത്യങ്ങൾ ഞാൻ അറിയും ഒരു സെക്കൻഡ് മുന്നേ വരെ അവന് യാതൊരുവിധ കുറ്റബോധമോ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അതെന്നോട് മറച്ചു വെച്ചു എന്നുള്ള ഒരു വിഷമമോ ഒന്നുമില്ലായിരുന്നു. പകരം മുന്നേ നടന്ന സംഭവങ്ങൾ കാരണം ഞാൻ അവനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അതിനർത്ഥം അവനിത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ചതിയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ചെയ്തതാണ്, അല്ലാതെ പെട്ടുപോയതല്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ കാര്യത്തിൽ ഒരു പെണ്ണ് സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും. ഞാനിതൊന്നും ഇപ്പോഴും അറിഞ്ഞില്ല എങ്കിൽ
അവൻ ഇതൊക്കെ സ്വാഭാവികമായ കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് അവൾ എന്നോടിത് പറയും, ഒരു മിനിറ്റ് മുന്നേയെങ്കിലും അവൻ എന്നോട് പറഞ്ഞേനെ, തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിച്ചേനെ. പകരം അവൻ പറയുന്നത് അവളിത് എന്നോട് വന്ന് പറഞ്ഞത് കാരണം നമ്മുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. അല്ലാതെ അവൻ ചെയ്ത പ്രവൃത്തിയല്ല. ഇവിടെ നടന്നതിന്, ഞങ്ങൾ തമ്മിലുണ്ടായ വിശ്വാസവഞ്ചനയ്ക്ക്, ഈ വേദനയ്ക്ക്, ഈ ബന്ധം തകരാൻ എല്ലാത്തിനും കാരണം അവൻ ചെയ്ത കാര്യങ്ങൾ അവളോട് ആ സുഹൃത്ത് വന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ കൂടെയാണ് മറ്റു ചില കാര്യങ്ങളും അവൾ അറിയുന്നത്. വീട്ടിൽ സമ്മതിക്കില്ല എന്നവൾ പറഞ്ഞാൽ അടുത്ത നിമിഷം അവൻ ചെയ്യുന്നത് അവൻ്റെ എക്സിന് മെസ്സേജ് ഇടുകയാണ്, ഒന്ന് കാണാൻ വരാൻ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഇത്രയും വിശ്വാസവഞ്ചന അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും, ഇത്രയും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അവളെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അവൻ ഇതിൻ്റെ പകുതി ആഗ്രഹം കാണിക്കുന്നില്ലല്ലോ എന്നത് അവളെ വേദനിപ്പിച്ചു. നാട്ടിൽ വരാം, എല്ലാം പറഞ്ഞു തീർക്കാം എന്നവൻ പറഞ്ഞതാണ്. അവൾ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ തെറ്റ് ചെയ്തത് അവനല്ലേ? എന്തുകൊണ്ട് ആ അവളെ നിർബന്ധിക്കുന്ന സമയം അതേ പരിശ്രമം അവളെ ഒന്ന് വിളിക്കാനോ കാണാനോ അവൻ ശ്രമിക്കുന്നില്ല? അവൻ്റെ എക്സിനെ കാണാൻ ഇത്രയും ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. അവളെ കണ്ടിട്ട് എന്താണ് അവന് വേണ്ടത്? മറ്റൊരു വിവാഹം കഴിഞ്ഞത് മറച്ചു വെച്ച് അവനെ ചതിച്ചതിൽ അവൻ അവളോട് തീരാത്ത ദേഷ്യമുണ്ടെന്നാണ് അവൾ വിചാരിച്ചത്. അതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവരുടെ കോമൺ ഫ്രണ്ടായ ഒരു പെൺകുട്ടി അവൻ അവളുടെ ന്യൂഡ് ഫോട്ടോ അയച്ചിട്ടുണ്ടത്രേ. ഈ കാര്യം അവൻ ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഫോട്ടോ അയച്ച കുട്ടിയോട് അവൻ ഇന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ സുഹൃത്ത് ബന്ധം തുടരുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി കേൾക്കേണ്ടത്? അവൾക്കതും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ അവന് അയക്കാൻ മാത്രം ധൈര്യം എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഭൂമി പിളർന്ന് അതിലേക്ക് ആഴ്ന്നു പോയിരുന്നെങ്കിൽ, തലച്ചോർ പൊട്ടിത്തെറിച്ച് വികാരങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ, ലോകം ഇന്നത്തോടെ അവസാനിച്ചിരുന്നെങ്കിൽ. അവനൊരു പാവമായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട ബാല്യം, ഒടുവിൽ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പഠിച്ച് തൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കിയവൻ, അവൻ്റെ വീട്ടുകാരെ മുഴുവൻ നോക്കുന്നവൻ, ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നവൻ, ഒന്ന് സ്നേഹിച്ചാൽ ഉരുകി വീഴുന്നവൻ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവൻ, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ. അതിമനോഹരമായാണ് അവൻ അവളെ സ്നേഹിച്ചത്, പരിഗണിച്ചത്. കാതങ്ങൾ ദൂരത്തിരുന്നിട്ടും അവളെക്കാൾ കൂടുതൽ അവൻ മനസ്സിലാക്കിയിരുന്നു. അവനിൽ നിന്ന് സ്നേഹത്തിൻ്റെ പരിഗണനയോടെ മനോഹരമായ പ്രണയം അവൾക്ക് ലഭിച്ചിരുന്നു. ഇത്രയും നാൾ കാണാതെ പോയ അവളുടെ സോൾമേറ്റ് അവളെ തേടിയെത്തിയ പ്രതീതിയായിരുന്നു. അവൾക്ക് അവനോടുള്ള സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു, കരുണയായിരുന്നു. പലപ്പോഴും അവൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവനെ മിസ് ചെയ്യുന്ന ഓരോ സമയവും അവൾ യാതൊരു കാരണവുമില്ലാതെ അടിയുണ്ടാക്കി അവൻ്റെ മൂഡ് മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പകരം വീട്ടുന്ന തരത്തിൽ സ്നേഹിച്ചു കൊല്ലണമെന്ന് വിചാരിച്ചു. ഇനിയുള്ള ജീവിതം മുഴുവൻ അവൻ ആഗ്രഹിക്കുന്ന സന്തോഷം, സ്നേഹം ഒക്കെ വാരിക്കോരി നൽകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നീണ്ട 25 വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര വേണ്ടെന്ന് വെച്ചിട്ടും സംഭവിച്ചു പോയ ആദ്യ പ്രണയമാണ്. പ്രണയം തെറ്റാണെന്നും മാതാപിതാക്കൾ പറയുന്ന ആളെ കെട്ടുന്നവൾ ആണ് നല്ല മകളെന്ന് വിശ്വസിച്ചിരുന്ന ഒരു നാടൻ മണ്ടിപ്പെണ്ണിൻ്റെ നീണ്ട 25 വർഷങ്ങൾ. ആ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. തുടക്കത്തിൽ അവൾക്ക് ആരുമായിരുന്നില്ല, വെറും ഒരു ഫ്രണ്ട്. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു അവൻ അവൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടായി മാറിയത്. ജീവിതത്തിൽ ഇതുവരെ ഒരു മനുഷ്യനോടും തോന്നാത്ത ആ ഇഷ്ടം, ഒരടുപ്പം, വിശ്വാസം, സ്നേഹമൊക്കെയും അവനോട് തോന്നാൻ കാരണമെന്താണ്? അവനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചത് എന്താണ്? ഒടുവിൽ അതിക്രൂരമായി ചതിക്കപ്പെടാൻ മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ തലയ്ക്ക് മുകളിൽ വട്ടം കറങ്ങി. വിദേശത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട്. അവൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആൻഡ് സേഫ്. മുന്നേ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞ വാക്കുകൾ, ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്, ഇത്തരത്തിൽ ഉടായ്പ കാണിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഇത് സാധാരണമാണെങ്കിൽ എനിക്ക് അവനെ വീണ്ടും സ്നേഹിക്കാമല്ലോ. പക്ഷേ എനിക്ക് അവനെ പഴയതുപോലെ അന്ധമായി വിശ്വസിച്ച് സ്നേഹിക്കുവാൻ കഴിയുമോ? ചതിക്കപ്പെട്ടു എന്ന ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് വിശ്വാസത്തിൻ്റെ കണികകൾ കൂടി ചേർത്ത് അവൾ ആഗ്രഹിച്ച പോലെ, സ്വപ്നം കണ്ട പോലെ മനോഹരമായ ഒരു ജീവിതം ഇനി അവൻ്റെ കൂടെ സാധ്യമാണോ? പക്ഷെ ചിന്തിക്കുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സിൽ വരുന്നത് അവിടെ അവനും ആ പെണ്ണും കൂടെയുള്ള നിമിഷങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതായിരുന്നു. അവളുടെ കൂടെയുള്ള സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും അവളെ അവൻ ഓർത്തു കാണുമോ? അവസാനമായി തമ്മിൽ കണ്ടപ്പോൾ അവളുടെ ഉള്ളം കൈയിൽ ചുംബിച്ച അവൻ്റെ നനുത്ത ചുണ്ടുകൾ കൊണ്ട് തന്നെ ആയിരിക്കില്ലേ അവളെയും? അവൾ എത്ര വട്ടം ആ ഉള്ളം കൈയിൽ അവൻ്റെ നനുത്ത ചുണ്ടിൻ്റെ മാധുര്യം അറിഞ്ഞു കോരിത്തെരിച്ചിരിക്കുന്നു. അന്ന് അവളെ ചേർത്ത് പിടിച്ച് എത്രമാത്രം അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അതേ കൈകൾ കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? ആ നിമിഷം ഓർത്തവൾ എത്രമാത്രം പുഞ്ചിരി തൂകിയിരുന്നു. എൻ്റെ കണ്ണുകൾ, ചിരി ഒക്കെ അവന് ഇഷ്ടമാണെന്ന് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന് അതിലും മനോഹരമായ കണ്ണുകളായിരിക്കുമോ? ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ ചിരിച്ചു കാണുമോ?
അതിന് കൂടുതൽ ഭംഗിയുണ്ടായിരിക്കുമോ? ആദ്യമായി അവൻ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഹൃദയം സന്തോഷവും സങ്കടവും കൊണ്ട് പൂത്തുലഞ്ഞതാണ്. അവൻ എനിക്ക് പണ്ടേ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും മുന്നേ എൻ്റെ ഉള്ളിൽ കയറി കൂടിയതായിരുന്നു. അവനെപ്പോലെ ഒരാളെ അവൾ കണ്ടിട്ടില്ല. അവനെപ്പോലെ ഒരാളും അവളെ സ്വാധീനിച്ചിട്ടുമില്ല. വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ അവനെ നഷ്ടപ്പെടുമോ? അവന് കൂടെ ഉണ്ടാകുമെന്ന് ഹോപ്പ് കൊടുത്തത് ഒടുവിൽ സമ്മതിച്ചില്ല എങ്കിൽ എന്തു ചെയ്യും എന്ന ഭയം അവളെ നിരന്തരം വേട്ടയാടിയിരുന്നു. അവൻ പ്രപ്പോസ് ചെയ്തപ്പോഴും അവൾ ആലോചിച്ചത് വീട്ടുകാർ സമ്മതിക്കുമോ, ഇത് നടക്കുമോ, അഥവാ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇത്തരം ചോദ്യങ്ങൾക്കൊരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. വയ്യ, വേദനിക്കാനും വേദനിപ്പിക്കാനും വയ്യ, വേണ്ട. ഒടുവിൽ നാട്ടിൽ വരുന്ന സമയം ഒന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു നോക്കാം, പറ്റില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഹൃദയം നിറയെ സ്നേഹം ഉള്ളിൽ നിർത്തി ഒരു ചാൻസ് പോലും എടുക്കാതെ ഇത്രയും ഇഷ്ടമുള്ളവനെ വെറുതെ എന്തിനു നഷ്ടപ്പെടുത്തണമെന്നോർത്ത് വീട്ടിൽ ചോദിക്കും വരെ ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലും അടുക്കാൻ പാടില്ല. വീട്ടിൽ മറുപടി പറ്റില്ല എന്നാണെങ്കിൽ നല്ല സുഹൃത്തുക്കളായി തന്നെ ഇരിക്കണം. വിട്ടു പോവരുത് എന്ന അവളുടെ തീരുമാനവും സമ്മതിച്ചു തുടങ്ങിയതാണ്. അവളുടെ വികാരങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. പക്ഷെ അവനെ ഓർക്കാതെ, അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുമെന്നവൾ ഓർത്തതേയില്ലായിരുന്നു. കാതങ്ങൾക്കപ്പുറം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വാക്കുകൾക്ക് ആഗ്രഹിക്കുന്ന, എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന, എൻ്റെ സംസാരങ്ങൾ കാരണം മൂട് വരെ മാറുന്ന, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വികാരങ്ങളുള്ള ഒരാളുണ്ട്. ഈ വിചാരം അവളെ എന്നും കോരിത്തെരിപ്പിച്ചു. അവനാണെങ്കിൽ ഒരു മകനാണ്, ഒരു സഹോദരനാണ്, ഒരു മാമനാണ്, ഒരു സുഹൃത്താണ്. കൂടാതെ അവൻ എൻ്റെയാണ്, എൻ്റെ എല്ലാം എല്ലാമാണ്, എനിക്ക് സ്വന്തമാണ്. അവൻ ഈ ലോകത്തിൽ ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത് എനിക്കാണ്. അവൻ ഓരോ നിമിഷവും ഓർക്കുന്നത് എന്നെയാണ്. എന്നെ ഓർക്കുമ്പോൾ അവൻ പുഞ്ചിരിക്കും. അവനെ ഓർക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മഞ്ഞ് വീഴും, ശരീരം കോരിത്തെരിക്കും, ചുണ്ടിൽ പുഞ്ചിരി വിടരും. ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നും. ഉറക്കം ഉണർന്നാൽ ആദ്യം ഓർക്കുന്നത് അവനെയാണ്. ഒരു ദിവസത്തെ മൊത്തം സന്തോഷം, ഊർജ്ജമൊക്കെ അവൻ്റെ ഗുഡ് മോർണിംഗിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ അവൾ ഓരോ കാര്യം ചെയ്യുന്നതും അവനെ കാണിക്കാനായി. ഓരോ ദിവസവും ഓരോ കുഞ്ഞു കാര്യത്തിന് ശേഷവും അവൾ ഓടിയെത്തുന്നത് അത് അവനോട് പറയാനായിരുന്നു. വൗ, എന്തൊരു മനോഹരമായ ചിന്തകൾ! ജീവിതം ഇത്രയും മനോഹരമായിരിക്കുന്നു, പ്രണയത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരിക്കുന്നു. അവൻ്റെ കടന്നുവരവിന് ശേഷം ജീവിതം മാറുകയായിരുന്നു. ഇതുവരെ കാണാത്ത നിറങ്ങൾ, ഇതുവരെ അറിയാത്ത ഹൃദയമിടിപ്പിൻ്റെ താളം. അന്നൊക്കെ അവളുടെ ഹൃദയം മിടിച്ചിരിക്കുന്നത് അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വേഗത്തിലായിരുന്നില്ല. ഭൂമിയിലും സ്വർഗത്തിനുമിടയിൽ പുതിയൊരു ലോകം അവൾ അറിയുകയായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു പരിധിവരെ അവനെ അറിയിക്കാതെ ഇരിക്കാനും അവൾ ശ്രദ്ധിച്ചിരുന്നു. അഥവാ നടന്നില്ല എങ്കിൽ എങ്ങനെ സഹിക്കും? സ്നേഹത്തിൽ പൂത്തുലയുമ്പോഴും ഇത് നടക്കുമോ, വീട്ടുകാർ സമ്മതിക്കുമോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീണ്ട 3 മാസങ്ങൾ അവർ പ്രണയിച്ചു. പൂവിനെയും പൂമ്പാറ്റയെയും പോലെ, കടലിനെയും കരയെയും പോലെ, ഭൂമിയെയും സൂര്യനെയും പോലെ. ഭൂമിയിൽ ഇത്രയും മനോഹരമാണ് പ്രണയമെന്ന് അവൾ അറിയുകയായിരുന്നു. പക്ഷേ ഇനി എന്തു ചെയ്യും? ഞാൻ പ്രണയിച്ചവൻ തന്നെയാണോ ഇത്? അവൻ ഇപ്പോഴും അവളെ സ്നേഹിക്കും, പരിഗണിക്കുമെന്ന് അവൾക്കറിയാം. അവളുടെ വിയർപ്പ് വീണ ശരീരമാണെങ്കിലും ആ മനസ്സ് എനിക്കായിരിക്കില്ലേ? പഴയതുപോലെ മനോഹരമായി തന്നെ എന്നെ അവൻ സ്നേഹിക്കില്ലേ? ചിലപ്പോൾ വീണ്ടും അവൻ അങ്ങനെ പോകുമായിരിക്കാം. പക്ഷേ എന്നാലും അവൻ സ്നേഹിക്കുന്നത് എന്നെയായിരിക്കും. എനിക്കവനെ മറക്കാൻ വയ്യ. അവനില്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കൂടി വയ്യ. മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അതോർക്കാൻ കൂടെ വയ്യ. എല്ലാം മറന്ന് അവനെ തന്നെ വീണ്ടും സ്വീകരിച്ചാലോ? ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് രണ്ടാമത് ഒരു മദർ പ്രോമിസ് കൂടെ തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? അവൻ എന്നെ തൊടുന്ന നിമിഷം ഞാനിത് ഓർക്കില്ലേ? ഇതേ കൈകൊണ്ടല്ലേ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും, ഇതേ ചുണ്ടുകൊണ്ടല്ലേ അവളെയും? എന്ത് ഭീകരമായ അവസ്ഥ! നിന്ന നിൽപ്പിൽ മരിച്ചു പോയെങ്കിൽ, വല്ല വാമ്പയർ വന്ന് പഴയതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരുന്നെങ്കിൽ, അപ്പോൾ ഇനി ഒരിക്കലും സന്തോഷമുള്ളൊരു ജീവിതം സാധ്യമല്ലേ? അപ്പോൾ എന്തു വേണം? മരിച്ചു കളയണോ? ചിന്തകൾ അവളുടെ മനസ്സിനെ ചിത കൂട്ടിയിരുന്നു. അവ ആളെ കത്തി. അതിൻ്റെ ചൂടിൽ അവൾ പൊള്ളി ഉരുകുകയായിരുന്നു. ഇനി ഇങ്ങനെയൊക്കെ നടന്നത് എൻ്റെ തെറ്റായിരിക്കുമോ? വീട്ടിൽ സമ്മതിക്കില്ല എന്നവന് തോന്നിയതുകൊണ്ട് ആയിരിക്കുമോ? ദൈവമേ, എന്തു ചെയ്യണം ഞാൻ? ഇങ്ങനെയൊരവസ്ഥ ജീവിതത്തിൽ വരുമെന്ന് അവൾ ഒരിക്കൽ പോലും ഓർത്തിരുന്നില്ല. എല്ലാം കൈവിട്ടുപോയി. വേണ്ടായിരുന്നു ഒന്നും. ഒരു മനുഷ്യനെ മാത്രം ഓർത്ത് നൊന്ത് നീറി ഇനി ജീവിക്കാൻ പറ്റുമോ? കൂടെ ജീവിക്കാനാകുമോ? അവനോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയും. അവനെ പഴയ പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കാനും കഴിയും. പക്ഷേ അവൻ ചെയ്തത് മറക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല. അവളുടെ ഉയിരിൽ പ്രാണനുള്ളിടത്തോളം കാലം ഈ ഓർമ്മയിൽ ഒരുക്കി നീറിക്കൊണ്ടിരിക്കാൻ മാത്രമേ അവൾക്ക് സാധിക്കൂ. ഇന്നും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവൻ്റെ പേര് കാണുമ്പോൾ, അവനുമായി ബന്ധപ്പെട്ട എന്ത് കാണുമ്പോഴും കുറച്ചു നേരത്തേക്ക് അവളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നു. ശരീരം തകർന്നു പോകുന്നു. ജീവിതം ഒരു നിമിഷത്തേക്ക് നിലയ്ക്കുന്ന അവസ്ഥ. ഇപ്പോഴും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇന്നും എൻ്റെ ഹൃദയം തുടിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണല്ലോ. പ്രണയമെന്നാൽ ഇന്നും അന്നും എന്നും എനിക്ക് നീ മാത്രമാണല്ലോടാ. ഞാൻ എങ്ങനെ നിന്നെ മറക്കുമിടൂ? നിന്നെ മറന്നൊരു ജീവിതം എങ്ങനെ ഞാൻ ജീവിച്ചു തീർക്കും? നീ എന്നെ ജീവിതത്തിലേക്ക് ഇപ്പോഴും ക്ഷണിക്കുന്നു. പക്ഷെ ആരായിട്ട്?
നിനക്ക് സംസാരിക്കാൻ നിന്റെ മുൻ കാമുകിയുണ്ട്, നിന്റെ ഫിസിക്കൽ നീഡ്സിനും ആളുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാനം തീരാ വേദനയുള്ള ആഴക്കടലിലേക്ക് തള്ളിയിട്ട് മറഞ്ഞു പോകാനാണെങ്കിൽ പ്രണയമേ, എന്തിനൊരു ആയുഷ്കാലത്തിൻ്റെ വസന്തം മുഴുവൻ ചൊരിയാൻ നീ എന്നിൽ വന്നു? വെറുക്കാനോ, മറക്കാനോ, സ്നേഹിക്കാതിരിക്കാനോ, വിശ്വസിക്കാതിരിക്കാനോ? വിശ്വസിക്കാനോ ആവാതെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ അറകളിൽ ഭ്രൂണമായിരിക്കട്ടെ. ഡയറിയുടെ അവസാന പേജിൽ ഇത്രയും എഴുതി. പെൺ താഴെ വയ്ക്കുമ്പോൾ അവളുടെ ശരീരം വിറച്ചിരുന്നു, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. മുന്നോട്ടുള്ള ജീവിതം അവളുടെ മുന്നിൽ ഒരു ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നമായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.